കഥാവായ യേശുവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുക. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഈ പ്രഭാതത്തിലും നമുക്ക് നമ്മോട് തന്നെ പറയാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു ഉപകാരങ്ങളും ദൈവം ചെയ്തു തന്ന ഒരു ഉപകാരവും നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകാതെ നമ്മുടെ ആത്മാവ് കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ അധരം കൊണ്ട് ഒക്കെ ഈ പ്രഭാതത്തിലും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും നമുക്ക് പരിശ്രമിക്കാം. കാരണം ദൈവം നന്ദി നിറഞ്ഞ ഒരു ഹൃദയം ആഗ്രഹിക്കുന്നു. നാം ഒരിക്കലും നന്ദിയില്ലാത്തവർ ആയി മാറരുത്. അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തിന് യാഗമർപ്പിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വില കൊടുത്ത് യാഗമർപ്പിച്ച സ്ഥാനത്ത് അധരം തുറന്ന് നാം സ്തുതിക്കുമ്പോൾ, ഓരോ ഹല്ലേലൂയ പറയുമ്പോഴും ഓരോ സ്തോത്രം പറയുമ്പോഴും സ്വർഗം നമ്മെ നോക്കി സന്തോഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മകൻ, എൻ്റെ പ്രിയപ്പെട്ട മകൾ എന്ന് ഭൂമിയിൽ നമ്മെക്കുറിച്ചും ദൈവം എണ്ണുവാൻ ഈ പ്രഭാതത്തിലും ഇടവരുമാറാകട്ടെ. അതിനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പരിധിയില്ലാതെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. ഒരിക്കലും ഞങ്ങളെ കൈവിടാത്തൊരു ദൈവമാണ്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങളോട് അരുളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രഭാതത്തിൽ ഞങ്ങൾ അടുത്ത് വരുന്ന അപ്പച്ച. ഈ ഭൂമിയിൽ പലതിലും ഞങ്ങൾ കുഴങ്ങിയിരിക്കുമ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ അപ്പച്ച. ഉറപ്പുള്ള പാറമേൽ ഞങ്ങളെ നിർത്തുമാറാക്കുന്നവൻ, ഞങ്ങളുടെ അധരങ്ങളിൽ പുതിയൊരു പാട്ടിനെ നൽകുന്ന ദൈവം. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല പരാതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, പല വിഷമതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, പിശാച് ഞങ്ങളെ വീഴിക്കുവാൻ നോക്കി എല്ലാറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച. ദൈവമേ, ജയത്തോടെ ഈ ഭൂമിയിൽ ഞങ്ങളെ അവിടെ നാക്കി വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഞങ്ങളെ ഈ ലോകക്കാരായിരിക്കാതെ അവിടുത്തെ മക്കളാക്കി തിരഞ്ഞെടുത്തിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഫലങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച. സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ അങ്ങ് സഹായിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ. പ്രത്യാശയുള്ളവരാക്കി അവിടെ നിന്ന് ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ എന്തെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ചു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തി അവിടെ നിന്ന് സാധ്യമാക്കി തരണമേ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവിടെ നിന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒക്കെയും സാധ്യമാക്കി തരുമെന്നും ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുവാനും വചനത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ദേശത്ത് പലപ്പോഴും ഞങ്ങൾ പാർക്കുന്ന ദേശം ഞങ്ങൾക്കൊരിക്കലും ദൈവമേ തൃപ്തി തരുന്നതല്ല, ഞങ്ങളെ അത് സന്തോഷിപ്പിക്കുന്നതല്ല. എങ്കിലും അങ്ങ് ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ദേശത്ത് ദൈവമേ വിശ്വസ്തയോടെ പാർത്ത് അങ്ങേ സ്തുതിക്കുന്നവരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, ഞങ്ങൾ വിശ്വസ്തരായി പാർക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദയ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നയിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദയയിൽ കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മയുമുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൻ്റെ സമാധാനം അതിലുണ്ടപ്പ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മ അതിലുണ്ട് കർത്താവേ. ഞങ്ങളുടെ സൗഖ്യം അതിലുണ്ടപ്പച്ച. ആരോഗ്യവും രോഗശാന്തിയും എല്ലാം ദൈവത്തിൻ്റെ ദയയിലുള്ളതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം അവിടുന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവമേ സംവത്സരങ്ങളെ മടക്കി നൽകുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ അനേക വർഷങ്ങൾ ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് വേഗത്തിൽ ഞൊടിയിട കൊണ്ട് അവർക്ക് മടക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അബ്രഹാമിന് 25 വർഷം കാത്തിരുന്നിട്ട് പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ഒരു തലമുറയെ നൽകിയതുപോലെ കർത്താവേ, അഹരോൻ്റെ വടി ഒരു ദിവസം കൊണ്ട് തളർത്തു വന്നതുപോലെ അസ്ഥി താഴ്വരയിൽ ആ അസ്ഥികൾ ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റതുപോലെ കർത്താവേ, ചിതറിക്കിടക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, ഇവരിൽ നിന്ന് ഇനി ഒരിക്കലും കൂട്ടിച്ചേർക്കപ്പെടുകയില്ല എന്ന് കരുതിയിരിക്കുന്ന പലതും ഈ ദിവസങ്ങളിൽ മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സമ്പത്ത് മടങ്ങി വരട്ടെ കർത്താവേ. ഇവരിൽ നിന്ന് ആ
മാറിപ്പോയിരിക്കുന്ന ആരോഗ്യം, നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വരട്ടെ. ചില ബന്ധങ്ങൾ കർത്താവേ, ഇവരുടെ പ്രിയപ്പെട്ടവരായിരുന്ന പലരും ഇവരിൽ നിന്ന് അകന്നു പോയി. അതിനെല്ലാം ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവേ, അവിടെ നിന്ന് തന്നെ ഇവരുടെ മനസ്സിൽ ആലോചനകളെയും ഉപദേശത്തെയും കൊടുക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, മുടങ്ങിപ്പോയതിനെല്ലാം അവിടെ നിന്ന് കർത്താവെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് തലമുറകളില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ദിവസങ്ങളിൽ മക്കളെ നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഉദരഫലത്തെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിച്ച് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഭവനത്തിലുള്ള എല്ലാ കുറവുകളെയും തീർക്കുന്നതിനായി നന്ദി. കർത്താവെ, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലവും അവിടെ നിന്ന് സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം നീട്ടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പനിയുടെ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവമേ, കൗണ്ട് കുറഞ്ഞും കൂടിയും ഒക്കെ ശരീരത്തിൽ വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്നവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവർ, അവരിലേക്കെല്ലാം കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയെ അവിടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഈ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവരെന്ത് വിഷയമാണോ കർത്താവെ നേരിടുന്നത്, അവർക്ക് ഏത് വിഷയത്തിലാണോ ഒരു മറുപടി ആവശ്യമായിരിക്കുന്നത്, സ്വർഗം അവർക്കായിട്ട് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ തലയെ ഉയർത്തുമാറാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പഴയ നിയമ പുസ്തകത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട യഹോവയുടെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നാം വായിച്ചു നോക്കുകയാണെങ്കിൽ ദാവീദ് ഓരോ വ്യക്തികളെയും ആളാളായി പേരായി അറിഞ്ഞ് അവരോട് ദയ കാണിക്കുകയും എങ്ങനെയാണോ അവർ ദാവീദിനോട് ചെയ്തത് അല്ലെങ്കിൽ ദൈവത്തോട് അവർ ആയിരുന്നത് അതിനനുസരിച്ചൊരു പ്രതിഫലം നൽകുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഗുണമായിരുന്നു. അത്തരത്തിൽ ദാവീദിൽ നിന്ന് അസാധാരണമായൊരു ദയ ലഭിച്ച വ്യക്തിയായിരുന്നു മെഫീബോശത്ത്. മെഫീബോശത്ത് എന്ന് പറഞ്ഞാൽ ശൗലിൻ്റെ കൊച്ചുമകനായിരുന്നു. ശൗലിൻ്റെ ഗൃഹത്തിന് ദാവീദിൻ്റെ ഗൃഹത്തോട് എന്നും യുദ്ധമുണ്ടായിരുന്നു. എങ്കിലും ശൗലും തൻ്റെ മക്കളും മരിച്ചു പോയതിനു ശേഷം ശൗലിൻ്റെ മകനായിരുന്ന യോനാഥാനെ ദാവീദ് വളരെയധികം സ്നേഹിച്ചിരുന്നത് കൊണ്ട് യോനാഥാനുമായുള്ള ഉടമ്പടി പ്രകാരം ആരെങ്കിലും ആ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരെ അനുഗ്രഹിപ്പാൻ, അവരെ മാനിക്കുവാൻ ദാവീദ് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ദാവീദ് തെരഞ്ഞ് കണ്ടുപിടിച്ച് അനുഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു മെഫീബോശത്ത്. മെഫീബോശത്തിനെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ ഒരു ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ മെഫീബോശത്തിൻ്റെ ധാത്രിയായിരുന്നവൾ മെഫീബോശത്തിനെ എടുത്തു കൊണ്ടുപോകുന്ന വഴിയിൽ അവളുടെ കയ്യിൽ നിന്നും താഴെ വീണ് 2 കാലും മുടന്തിപ്പോയ ഒരു കുഞ്ഞായിരുന്നു മെഫീബോശത്ത്. അങ്ങനെ അവൻ മുടന്തുള്ളവനായി മറ്റൊരു സ്ഥലത്ത് താമസിച്ചു കൊണ്ടിരിക്കെ ദാവീദ് ആൾ വിട്ട് മെഫീബോശത്തിനെ വിളിക്കുമ്പോൾ ആ മുടന്തി അവൻ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയും ദാവീദിൻ്റെ കൊട്ടാരത്തിലെ മേശമേൽ നിന്ന് അവന് സ്ഥിരമായി ഭക്ഷിക്കുവാനായി, അല്ലെങ്കിൽ അവിടെ ഒരു അവകാശം തന്നെ, തൻ്റെ രാജ്യത്തിൽ ഒരു അവകാശം തന്നെ മെഫീബോശത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ തക്കവണ്ണം ദാവീദ് വളരെ ദയ മെഫീബോശത്തിനോട് കാണിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പലരും നമ്മളെ മറന്നുപോയി. പലരുടെയും കയ്യിൽ നിന്ന് നാം വീണ് നമ്മുടെ ജീവിതം മുടന്തിയതുപോലെ എവിടെയൊക്കെയോ തളർന്നു കിടക്കുകയാണ്. ആരും നമ്മെ ഓർക്കുന്നില്ല എന്ന് വിചാരിച്ചാലും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവും നമുക്കും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം ദൈവം നമ്മോട് അസാധാരണമായ ദയ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളിൽ പലരെയും ദാവീദിൽ നിന്ന് മെഫീബോശത്തിനെ തേടി ഒരു ആലോചന അല്ലെങ്കിൽ ഒരു വിളി വന്നതുപോലെ നിങ്ങളെ മറന്നു കളഞ്ഞ പലരും നിങ്ങളെ ഓർക്കുവാൻ, നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളെ ആദരിക്കുവാൻ തക്കവണ്ണം നിങ്ങളോട് ദയ കാണിക്കുവാൻ ഇടവരുമാറാകട്ടെ. കർത്താവ് ഒന്നും മറക്കുന്നവനല്ല, ദൈവം അനീതിയുള്ളവനല്ല, അവൻ പക്ഷപാതവും മുഖഭേദവും കാണിക്കുന്നവനല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദിവസത്തിൽ അതിനെല്ലാം 100 ഇരട്ടിയായി പകരം ലഭിക്കുമാറ് അസാധാരണമായിരിക്കുന്ന ഒരു ദയ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.